അപ്പം കുട്ടൻസ് ഐഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബൂരിയും അതുപോലെ തന്നെ ചിക്കൻ ഗുലുഗുലുസ്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, അത്യാവശ്യത്തിന് മസാല എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. ഉപ്പും ആവശ്യത്തിന് ഇടുക. അപ്പോൾ ഇതേ സമയം നമ്മുടെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവെല്ലാം നമ്മൾ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പൂരി പരത്തുന്ന സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പൂരി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ തറയിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി. അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐഡിയ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ട് പാത്രം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഗുലുഗുലുസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നമുക്കറിയാം, സാധാരണ നമ്മൾ എടുക്കുന്നത് ചിക്കൻ കറി വയ്ക്കാനായിട്ട് വലിയ സവാളയുണ്ട്. ഇത് ചെറിയ സവാള നോക്കി എടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. വലിയ സവാളയിലെയും ചെറിയ സവാളയിലെയും ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഇതിന് എടുക്കേണ്ടത് ചെറിയ സവാള തന്നെയാണ്. അത് നമ്മൾ നോക്കി തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഇനി അരിയുന്ന ക്രമത്തിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സവാള അരിയുമ്പോഴത്തേക്ക് വളരെ ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കുനുകുനയാണ് അരിയേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലായിട്ട് അങ്ങനെ അരി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വേവുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കറിയാക്കാൻ പറ്റും. മറ്റേ സാധാ ചിക്കൻ കറി വയ്ക്കുന്നത് അത്ര സമയം എടുക്കത്തില്ല, കുറച്ചുകൂടെ ഈസിയാവും. പിന്നെ അതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പം ഇതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ ആ ചിക്കൻ കറി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനപേക്ഷിച്ച് വേറെ ടേസ്റ്റായിരിക്കും. അപ്പോൾ ആ ചിക്കൻ കറിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ പോയി നോക്കി കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ ഉണ്ടാക്കി. അത് ചിക്കൻ പൊട്ടിത്തെറിയായിരുന്നു. ഒന്നൊന്നര പൊട്ടിത്തെറിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഏതായാലും ചിക്കൻ ഗുലുഗുലുസ് നമുക്ക് കാണാം. നമ്മൾ സവാള എല്ലാം, ചെറിയ സവാള എല്ലാം ചെറുതായിട്ട് കുരുമുരായിട്ടുണ്ട്. അടുത്ത് നമ്മൾ പച്ചമുളകാണ്. നമുക്കൊരു കുറച്ച് പച്ചമുളക് മതി. കാരണം നമ്മൾ മസാലയിൽ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഈ പച്ചമുളക് ചേർത്താണ്. ആ പച്ചമുളക് അരിയുന്നത് തന്നെ സാധാരണ നമ്മൾ നടുകെ കീറുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഇങ്ങോട്ടുണ്ടോ ഡയമണ്ട് പോലെ നമ്മൾ ചില്ലിക്കൊക്കെ അരിഞ്ഞിടുന്നത് പോലെയാണ് അരിഞ്ഞിടേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ തക്കാളി ഇതുപോലെ ചെറുതായിട്ടാണ്, ഒരു തക്കാളി മതി നമുക്ക്. ഒരുപാട് തക്കാളി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റ തക്കാളി മതി. അത് ഇതുപോലെ ചെറുതായിട്ട് തന്നെയാണ് അരിയേണ്ടത്. ഈ കറിയിൽ നമ്മൾ ചിക്കൻ ഗുലുഗുലുസിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം റൈസാണ്. ഇതെന്താ മനസ്സിലായി? ഇത് നമ്മുടെ നാട്ടിൽ കൊട്ടത്തേങ്ങ എന്ന് പറയും. അതായത് തേങ്ങയ്ക്കുള്ളിലിരുന്ന് ഒരുപാട് കാലം കഴിയുമ്പോഴത്തേക്ക് മാറുന്നതാണ് കൊട്ടത്തേങ്ങ. ഇതിനൊരു അര പീസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നേരെ പകുതിയാക്കാം. ഓക്കെ, ഇത് നമുക്ക് അര പീസ് മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞത് കാണിച്ചേ. ആദ്യമേ കടുക് എടുക്കണം. അപ്പോൾ കടുക് എടുക്കാനായിട്ട് നമ്മുടെ ചുവന്ന മുളക് അല്ലേ, വറ്റൽ മുളക് എന്ന് പറയും. ഇതെപ്പോഴും ഉപയോഗിക്കുന്നതിന് മുമ്പ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നെങ്കിൽ നല്ല വൃത്തിയോടുകൂടി തന്നെ കഴുകി ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഇതെടുക്കാവും. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. ഏറ്റവും കൂടുതൽ കീടനാശിനികൾ അടിച്ചു വരുന്നൊരു സാധനമാണ് മുളക്. അത് പച്ചമുളകായാലും ശരിയല്ല, ചുവന്ന മുളകായാലും ശരിയല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്താം. മസാലയൊക്കെ ഇട്ട് വെച്ചിരുന്ന ചിക്കൻ ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ്.
അല്ലേ? നമ്മുടെ ചിക്കൻ ഗുലുഗുലുസ് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂരിയും നല്ല ചിക്കൻ ഗുലുഗുലുസായിട്ട് നല്ല സ്വാദിഷ്ടമായ ഫുഡ് റെഡിയാണ്. നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.